ഹായ് ഗൈസ്, ഇറ്റ്സ് വിളിച്ചസ് കൊച്ചിക്കാരെ ചേത്തി. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ പാലക്കാട് കല്ലടിക്കോടിലാണ്. എൻ്റെ ഫ്രണ്ട് നിബിനാസിൻ്റെ പുതിയ ബൈക്ക് ആക്സസറീസിൻ്റെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷിയാസിക്ക, അതുപോലെ തന്നെ സിറ്റു ചേട്ടൻ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇനോഗ്രേഷൻ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നിബിനാസിൻ്റെ ഷോപ്പ്. ക്രൂസാഡോസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത്. പാലക്കാട് കല്ലടിക്കോടിലായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബൈക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ നിബിനാസിൻ്റെ ഷോപ്പായിട്ടുള്ള ക്രൂസാഡോസിലേക്ക് വന്നോട്ടോ. സോ ഇവിടെ നമുക്ക് ഒരുപാട് ആക്സസറീസ് ഒക്കെ അവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ നോക്കുക. ഓക്കെ, വരൂ. പക്ഷെ എൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആക്ച്വലി ഞാൻ ഇതിനെ നേരിട്ട് കാണുന്നത്. നല്ല അടിപൊളി പാട്ടൊക്കെ പാടിയായിരുന്നു. ആ ഒരു ഇൻട്രോ ഇല്ലേ, അതൊന്ന് പറയൂ. എന്തോ ഒരു ഇൻട്രോ ഇല്ലേ, പ്രിയപ്പെട്ടവരെ നോക്കൂ. അതാണ് ഇല്ലില്ല, സംഭവം കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ചേട്ടന്റെ പേര് ഞാൻ മറന്നുപോയി. മേട്ടു. യെസ്, അതെ. ഈ ചേട്ടന്റെ ഫ്രണ്ടാണ്, അനിയനാണ്. യെസ്, ഞാൻ സ്റ്റേജിൽ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ കേട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹരിച്ചേട്ടൻ, കമോൺ. അതെ, ഹരിച്ചേട്ടൻ ഒരു ഫിലിം ആക്ടറാണ്. അതെ, ഞാൻ അങ്ങനെ വലിയ ആക്ടറൊന്നും അല്ല, ചെറിയ പടക്കത്തിലൊക്കെ ചെറിയൊരു വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരെയും കാണാൻ പറ്റും. ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ആ ഒരു ഇൻട്രോ, പിന്നെ ഒരു നല്ലൊരു പാട്ട് പാടിയായിരുന്നു. എല്ലാം കൊള്ളും. ഹരിച്ചേട്ടനും പാടിയായിരുന്നു. ഇതൊരു കൊച്ചിക്കാരനാണ്. ഞാൻ സ്റ്റേജിൽ നിന്നപ്പോഴത്തേക്ക് ഞാനൊരു കൊച്ചിക്കാരനാണ്. അതുപോലെ തന്നെ ഹരിയെയും അച്ചായത്തെയും പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങളുടെ ചാനൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. തീർച്ചയായിട്ടും കൊളാബൊക്കെ അടിച്ച് ഒപ്പം ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ നോക്കൂ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഷിയാസിക്കയാണ്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആക്ച്വലി നേരിട്ട് കാണുന്നത് കേട്ടോ. നമുക്ക് സിജോ ചേട്ടനോട് ഇപ്പോൾ സിജോ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാവേ. സിജോ ചേട്ടാ, എന്താണ് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പറയാനായിട്ടുള്ളത്? ഞാൻ ആക്ച്വലി സിജു ചേട്ടനെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ ഏറിൽ നിന്നിട്ടുണ്ട് അല്ലേ? ഇല്ലേ? പിന്നെന്താ, ഭൂമിയിൽ ഇത്ര സൗകര്യമുള്ള സ്ഥലങ്ങളല്ലേ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. ഏതൊരു നമ്മളിങ്ങനെ ഏറി നിൽക്കാന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് പറയാനായിട്ടുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനകത്ത് മെയിൻലി ഇപ്പൊ ഈ ഒരു ഇനോഗ്രേഷൻ ഡേയിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ആവർത്തിക്കപ്പെട്ട പേര് നിബ്രാസിന്റെ പേരുണ്ടായിരുന്നു. കാരണം ഒരു 20 വയസ്സുകാരൻ ഇത്ര വലിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം മൊത്തം കൊണ്ടുപോയത് അതെ, നിബിനാസാണ് സത്യം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് തോന്നുന്നു ഇവിടത്തെ നാട്ടുകാർ പോലും ഇവന് വെറും 20 വയസ്സുള്ളൂ എന്നുള്ളത് അറിയുന്നത്. അതെ, അതിനകത്തിപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ പാലക്കാട്ടിലായിട്ട് അറിയപ്പെടുന്ന ഒരു മുതലാളിയായിട്ട് 20 വയസ്സുകാരൻ മുതലാളിയായിട്ട് നിബിനാസിന് മാറാൻ വേണ്ടി പോവാണ്. അപ്പൊ അത് വലിയൊരു ചേഞ്ച് ആണ്. നിബിനാസിന്റെ ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. ഇതാണ് നമ്മുടെ നിബിനാസിന്റെ പാർട്ണർ പ്രവീൺ ചേട്ടൻ. ഓക്കെ, നമ്മുടെ അവിടെ കുറെ പ്രദീപേട്ടന്മാരുണ്ട്. അതാണ് എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ പറയാനായിട്ടുള്ളത്? സന്തോഷമുണ്ടോ? ഒത്തിരി സന്തോഷമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ചേട്ടൻ അധികം വന്നില്ല കേട്ടോ. കൂടുതലും എടുത്തെടുത്ത് നിന്നത് നിബിനാസ് തന്നെയാണ്. അതെ, 20 ആക്കിയതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മള് ടോമിനോനെയാണ് പരിചയപ്പെടുന്നത്. ടോമിനോ ഇത് കേക്കണ്ട കേട്ടോ. ആ സത്യം ശരിയാണ്. സെന്റർ നോക്കി. അതെ, ശരിയാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? എന്റെ പേര് സനോർ എന്നാണ്. ഓൾറെഡി എടുത്തു. പ്രത്യേകിച്ചും സിജോനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കോണ്ടാക്ട്സ് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടതാണ്. നിങ്ങളെല്ലാവരെയും എന്നെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഇല്ല, എന്നെ കണ്ടിട്ടുണ്ടോ? സിജോനെ ഓക്കെ, ഏത് വീഡിയോ കണ്ടേക്കുന്നതിന്റെ? വണ്ടി പൊളിക്കുന്ന വീഡിയോ ചേട്ടനാ? ഞാനും അതെ, വണ്ടി പൊളിക്കുന്ന അവസാനം ഇത് ഒരു പൊളിക്കാനൊരു വണ്ടിയുണ്ട്. സിജോയെ കുറിച്ച് പറയട്ടെ. എത്രത്തോളം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യന് ഞാൻ ആദ്യമായിട്ടാണ്. ഏത് നേരം ഏറിൽ നിൽക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പൗരനാണിത്. എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റിയത്. സിജോയുടെ കൂടെ, എന്റെ പ്രിയപ്പെട്ട സരോവറിന്റെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. മോളുടെ കൂടെ നിൽക്കാൻ പറ്റിയ എന്നാലും ഇനിയും വണ്ടികൾ ഒരുപാട് പൊളിക്കാൻ പറ്റട്ടെ. വിഷ്ണു ആളാണ് എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ആൾക്ക് അങ്ങനെ എന്താ പറയാ വീട്ടിൽ വരുന്ന
വിഷ്ണു എപ്പോഴും ക്യാമറയുടെ പിറകിൽ നിൽക്കാനാണ് ആഗ്രഹം എന്നാണ് പറഞ്ഞത്. എന്തായാലും സന്തോഷം. ഓക്കെ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എല്ലാവരും. മോള് ഇത്രയും പെട്ടെന്ന് കേരളോട്ടൊക്കെ പോകും. ഞാൻ ഈരിലായിരുന്നു 2-3 മാസം മുമ്പ്. ഓക്കെ, വേറൊരാളെ പരിചയപ്പെടുത്തി തരാവേ. ഞാൻ പരിചയപ്പെടുത്തിയെന്ന് പറയും, ഇത്രയും ആൾക്കാരിവിടെ ഉണ്ട്, ആൺപിള്ളേരുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പെൺകുട്ടി മാത്രമാകുമെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചായിരുന്നു. പക്ഷേ ഇല്ല, എനിക്ക് കൂട്ടായിട്ട് നമ്മുടെ റിൻസ് ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ആണ് ഞാൻ ആളെ പരിചയപ്പെടുന്നത്. ആളുടെ ഒരു ഫിലിം ഈ വരുന്ന ജൂലൈ. ആ പേരൊന്ന് പറയാമോ? നസ്രിയെ തിരിഞ്ഞോക്കി. ആ പേര് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാതിരുന്നാണ്. എന്തായാലും എനിവേ കൺഗ്രാറ്റുലേഷൻ. എന്തായാലും നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? എന്ത് രസമാണ് കാണാനല്ലേ? ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കണം. അതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത് വേറൊരു കുട്ടനാണിത്. ഇവന് ഇവിടെ കുറേ ഷോറൂമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഷോറൂമിന്റെ പേരൊക്കെ ഒന്ന് പറയൂ. പ്രവീണേട്ടൻ തന്നെയാണ്. ഓക്കെ, എവിടെയൊക്കെയാണ് ഷോറൂം ഉള്ളത്? മുണ്ടൂര് കടമ്പുറം മണർകാട്. ഓക്കെ, യൂസ്ഡ് ബൈക്കിന്റെ ഷോറൂമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പോലെ തന്നെ വണ്ടി കച്ചവടം ചെയ്യുന്ന ഒരാളെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എത്ര വയസ്സായിരുന്നു? 21. അപ്പം ഞാൻ തുടക്കമിടുന്ന ആ സമയത്താണ് ഇവനും കയറി വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ വണ്ടിക്കച്ചവടം തുടങ്ങിയത് എന്നാൽ കുറച്ചും കൂടെ ഇതിലേക്ക് ഇൻവോൾവ് ആയ സമയത്ത് തന്നെ ആ ഒരു ഏജിൽ തന്നെയാണ് ഇവനും കയറി വന്നിരിക്കുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് നേരിട്ട് കണ്ട്. എന്താണ് എന്നെ പറ്റിയിട്ട് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായമാണ്. അത് മാത്രമല്ല, പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ചോദിച്ചിട്ടേ നല്ല അഭിപ്രായമൊന്ന് പറയേ. അടിപൊളിയാണ്. നമ്മളെ കച്ചവടക്കാരിയാണ്. കൂപ്പൺ ഒരുപാട് കൂപ്പൺ സെയിൽ കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. കൂപ്പൺ സെയിലോ? മറ്റേ പജീറോ. ഓ, നീ എന്നെ വീണ്ടും എറിലാക്കാൻ വേണ്ടി എടുത്തിട്ടാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല, അതിലൊരു വിഷയമില്ല. ഓക്കെ, പജേറോ എനിക്ക് ഭയങ്കര രാശിയുള്ളൊരു വണ്ടിയാണ്. പജേറോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു വണ്ടിയാണത്. അതുകൊണ്ടിട്ട് നീ അതിനെ പറ്റി എന്ത് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ, നീ ബാക്കി പറ. ചുമ്മാ പറഞ്ഞ കേട്ടോ, ഞാൻ ഇങ്ങനെയാണ് അതുകൊണ്ടിട്ട് പറഞ്ഞ കേട്ടോ. ഒരു കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടാ. ഓക്കെ എടാ, താങ്ക് യു. പോണേണോ? ടാറ്റാ. ഓക്കെ, കണ്ടതിൽ സന്തോഷം കേട്ടാ. ഓക്കെ, പോണേണ്. ഓക്കെ, യെസ്. അടുത്തത് നമ്മൾ പരിചയപ്പെടും. എന്തു ഉയരൂണി മനുഷ്യന്. യെസ്, ഇതാണ് നമ്മുടെ ഷിയാസിക്ക. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. സത്യം, ഞാൻ ഇങ്ങനെ ഷൂവിന്റെ ആണ്. അല്ലല്ല, ഇത്രയും പൊക്കം തന്നെ. 6.2 ഹൈറ്റ് ഉണ്ട്. അതൊരു എന്താ പറയുക, എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് എന്ത് ചെയ്യാൻ പറ്റും? നോർമലി ഒരു മനുഷ്യനെ എനിക്ക് എന്നെ കാണുമ്പോൾ എന്ത് മനുഷ്യനെന്ത് പൊക്കാന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ കേരളത്തിന് പുറത്തു പോകുന്ന സമയത്ത് ആളുകൾ എന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം അവിടെയുള്ള 90% ആളുകളും സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും ഒരു 5, 8, 5, 9, 5, 10 പൊക്കമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് നിങ്ങളാണ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ എന്ത് ഭംഗിയാ തിളങ്ങുന്ന ഡ്രസ്സ്. ആണോ? ഞാൻ കുറച്ച് ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഡ്രസ്സിങ് പിന്നെ എല്ലാ ദിവസവും കുളിക്കും, പല്ലേക്കും, എല്ലാവരും ചെയ്യുന്ന പോലെ ഞാൻ എവിടെയെങ്കിലും പോയാലുണ്ടല്ലോ അടുത്ത എയറിൽ കയറാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ട് ബേസിക്കലി ഇപ്പൊ പറഞ്ഞല്ലോ തിളങ്ങിക്കാൻ ഞാൻ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ ചെയ്യാറ്. കുളിക്കാറുണ്ട്, പല്ലേക്കാറുണ്ട്, ഭക്ഷണം കഴിക്കുന്നൊക്കെ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം കഴിക്കാറുണ്ട്. പിന്നെ ഞാനിടുന്ന വസ്ത്രങ്ങൾ എല്ലാവരും ഷർട്ടിലിട്ടുണ്ട്. തിളങ്ങി നിൽക്കുന്നു. ബീച്ചൊക്കെ ഉണ്ട്. ഡിസൈനിങ് ചെയ്ത് ഡിസൈനർ ചെയ്താണ്. അപ്പോൾ ഏറിൽ പോവാന്ന് പറഞ്ഞാല് അതൊരു രസമുള്ള പരിപാടിയാണ്. കാരണം ഓരോ ആളുകള് എന്തൊക്കെ ചെയ്യുന്ന ഏറി പോകാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ അങ്ങോട്ട് പോകും. ആകാശത്ത് പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോരും. ഇടക്കിടക്ക് കയറി വന്നിട്ട് തിരിച്ചു. അതെ അതെ, സത്യമാണ്, ശരിയാണ്. അതിൽ നിൽക്കാൻ തന്നെ നമുക്കൊരു ഭാഗ്യം വേണം. ലൈം ലൈറ്റ് എന്നാണ് അതിന് പറയുന്നത്. അത് അതിന് പറയുന്നത് തന്നെയാണ്. കാര്യം എപ്പോഴും നമ്മള് ലൈം ലൈറ്റിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അതിനെ തന്നെ ഏറിൽ നിൽക്കാന്ന് പറയും. എന്താ പറഞ്ഞാൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കാന്നാണ് അർത്ഥം. ഈ ഒരു എന്താ പറയാ, നമ്മുടെ നിബിനാസിന്റെ ഇപ്പൊ പുതിയൊരു ഷോപ്പ് ഇനോഗ്രേറ്റ് നമ്മൾ ചെയ്തായിരുന്നല്ലോ. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബൈക്കിന് വേണ്ടിയിട്ടുള്ളൊരു ആക്സറീസും അതുപോലെ ബൈക്കിന് ഒരു വർക്ക്ഷോപ്പ് എന്ന് തന്നെ പറയാം, അല്ലെ ബൈക്കിന്റെ ഹോസ്പിറ്റല് ചേട്ടൻ പറഞ്ഞ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ കാറിന്റെ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഈ പറഞ്ഞ ബൈക്കിന്റെ ആദ്യമായിട്ടാണ്. അതും ബൈക്ക് ആക്സസറീസിന്റെ ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഷോപ്പിലും വരുന്നത്.
ബൈക്കിന് വേണ്ടിയിട്ടുള്ള ബൈക്കിന് വേണ്ടി സെപ്പറേറ്റ് ഷോപ്പ്, കാറിന്റെ ആക്സസറീസ്, കാര്യം ഞാൻ ഉപയോഗിക്കുന്ന കാറാണ്. കാര്യം ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് ഈ 2K കിഡ്സ് ഒക്കെ ഇല്ലേ, എല്ലാ ആളുകളും ലക്ഷറി ബൈക്സ് ഉപയോഗിക്കുന്നത്. പറഞ്ഞ ഹാർലി ഡേവിഡ്സൺ, അതുപോലെ നിഞ്ച, ഡുക്കാറ്റി, അതൊക്കെ BMW, അങ്ങനെ ഒരു BMW കാർസ് ഉണ്ട്. പക്ഷെ ഈ ബൈക്കുകൾ, ഈ നിഞ്ച ഡുക്കാറ്റി ബൈക്ക് ഭയങ്കര ലക്ഷറി ബൈക്കാണ്. ഹയാബൂസ എന്റെയൊക്കെ ഡ്രീം ബൈക്കായിരുന്നു ഹയാബൂസ. ഞാൻ വലുതായപ്പോൾ ഈ ബൈക്കിനോട് ക്രേസ് മാറി കാറിലേക്ക് മാറി. പക്ഷെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് ഭയങ്കര കൊതിയാണ്. കാര്യം ഇപ്പം മാർക്കറ്റിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് ലക്ഷറി ബൈക്സുകളുടെ ഒരു 100 ഷോറൂം കേരളത്തിൽ തന്നെ. പക്ഷെ അന്ന് ഒരു 2-3 ഷോറൂം ഉള്ളൂ കേരളത്തിൽ. ഞാൻ 90 കാലഘട്ടത്തിലുള്ള ആളാണ്, അപ്പോൾ അറിയാലോ. അപ്പോൾ 90 കിഡ്സും ഈ പറഞ്ഞ 2K കിഡ്സും തമ്മിൽ ഭയങ്കര വഴക്കെടുക്കുമ്പോൾ എനിക്ക് 90 കിഡ്സിനോട് ഭയങ്കര അസൂയാണ്. കാര്യം എല്ലാ സൗകര്യങ്ങളും അവരുടെ കയ്യിലാണ്. ഇതുപോലെ ബൈക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആക്സസറീസ്. എനിക്കിപ്പോൾ ആക്സസറീസ് വേണമെങ്കിൽ പാലക്കാടുള്ള ആക്സസറീസ് വേണമെങ്കിൽ എറണാകുളം പോകണം. പണ്ട് പാലക്കാടുള്ള ഒരാള് ബൈക്കിന്റെ ആക്സസറീസ് വാങ്ങി എറണാകുളം പോകണം. ഇപ്പൊ പാലക്കാട് കിട്ടും. ഒരുപാട് ആളുകൾ ബൈക്കായിട്ട് എറണാകുളം പോകുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് ഇവിടെ ഒന്ന് അതിനേക്കാളും കോസ്റ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം ഇവരെല്ലാ സാധനവും കേരളത്തിന് പുറത്തുനിന്ന് എടുക്കുന്നത്. അപ്പോൾ കേരളത്തിന് പുറത്തുനിന്നുള്ള മാർക്കറ്റിൽ ഡിഫറെന്റ് ഉണ്ട്. ആ ഒരു സാധനം അവർ ഓൾമോസ്റ്റ് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നത്. ഇബ്രാസ് എല്ലാം പറഞ്ഞിട്ട് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഉഷാറോട്ടെ. എന്താ പറയുക, ഞാനിപ്പോൾ യൂട്യൂബറല്ലേ, കുറേ സംസാരിച്ചു. കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതിൽ ഞാൻ പറഞ്ഞ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏത് വീഡിയോ കണ്ടേക്കുന്നത് നിങ്ങള്? ഞാൻ ഫോർച്യൂണറോ? ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിട്ടാ? സെറ്റ് ചെയ്ത് തരാം. 2016-17 ന്യൂ ഷേപ്പ് വണ്ടി. അതർ സ്റ്റേറ്റ് ആണോ അല്ലെങ്കിൽ കേരള വണ്ടി? സെറ്റ് ചെയ്ത് തരാം. ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടോ? സത്യം ഏത് വീഡിയോ കണ്ടേക്കുന്നത്? ഓർമ്മ ഉള്ള ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. വണ്ടി വിൽക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു സമയത്ത് എന്തോ ഒരു വിവാദം, ആ വീഡിയോ ഞാൻ കണ്ടു. നിങ്ങളുടെ വിഷമത്തോടൊക്കെ പറയുന്ന ഒരു വീഡിയോ. അതിങ്ങനെ സജഷനിൽ വന്നപ്പോൾ കണ്ട. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ട്, പെരുമ്പാവൂരോ അങ്ങനെ പാസ് ചെയ്തപ്പോൾ എന്തോ കണ്ടിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ. പെരുമ്പാവൂർ വന്നിട്ടില്ല, എന്തോ ഒരു ആവശ്യം. അപ്പൊ ആ സമയത്ത് എന്റെ BMW 1234 ഒരു BM ഉണ്ട്, 1235 എന്റെ നമ്പർ ആ വണ്ടി കണ്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബ്ലൂ BMW ഞാൻ പെരുമ്പാവൂർ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ നമ്മളന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചല്ലോ. അതിനുശേഷം ഞങ്ങൾ വീഡിയോസ് കാണാറുണ്ട്. അപ്പോഴേ എനിക്ക് നിങ്ങളെ അറിയാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കാണണേ. അതാ ഞാൻ പറഞ്ഞത്, കുറേ വീഡിയോസ് ഞാൻ ഷിയാസിക്കടം കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വണ്ടി ബ്ലൂ BMW കണ്ടിട്ടുണ്ടെന്ന് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മെസ്സേജ് അയക്കും. ആരെങ്കിലും എവിടെയും വിളിച്ച് കാണുമ്പോൾ ഞാൻ പറയാറുണ്ട്. 5 സീരീസ് ആണ് DL വണ്ടി. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. ഓക്കെ, ഉറപ്പായിട്ട് നോക്കാം. ഞാൻ എന്തായാലും മെസ്സേജ് അയക്കാം. താങ്ക് യു സോ മച്ച്. അയ്യടാ, ഞാൻ തുടക്കത്തിലേ ഉള്ളതാണ് ഞാൻ. പക്ഷെ എനിക്ക് 90s വൈബാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തന്ത വൈബ് തള്ള വൈബ് എന്നൊന്നും പറയല്ലേ. ഭീകരമായിട്ടൊരു എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 90 ജനിച്ചുകൊണ്ട് എനിക്ക് 80 കുറച്ച് വൈബുണ്ട്. അപ്പൊ ശക്തിമാനും ഇത് 2 എപ്പിസോഡാണ് പോകുന്നത്. അല്ല, ഇത് തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യണോ? അതെന്താ? അതായത് ഇത് വെബ് സീരീസ് ആണ് ചെയ്യാൻ പോണത്. വെബ് സീരീസ്. അപ്പോ എനിക്ക് 80 ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു ശക്തിമാൻ ഉണ്ടോ? ഈ 2000 കിഡ്സും ശക്തിമാൻ എന്ന് അറിയില്ല. ഇല്ല, അതെ സത്യം. പക്ഷെ ആ ഒരു സ്ട്രക്ചർ ഉണ്ട് കേട്ടാ ശക്തിമാന്റെ, ഇല്ലേ? അതെ, വീണ്ടും തന്നെ ആവർത്തിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ എന്തായാലും ഇനി ഇവിടുന്ന് പോവാണ്. ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും പാലക്കോട്, മുണ്ടൂര്, യെസ് ഏത് ഇല്ലില്ല, ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ നിബിനാസിൻ്റെ സെക്കൻഡ് പാർട്ട്ണർ പ്രവീൺ ചേട്ടൻ.
മെയിൻ ഓക്കെ മെയിൻ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എന്താണ് എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താവോ ഇവിടുത്തെ? യെസ്, ആരെങ്കിലുമൊക്കെ വാ. പറഞ്ഞെടുത്ത് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ടൊന്ന് പറയൂ. വർക്കും അതുപോലെ തന്നെ ആക്സസറീസ് മാത്രമല്ലല്ലോ, നമ്മൾ സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? ഓക്കെ, അതുമായിട്ടുള്ളതൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ എങ്ങനെയാണ്? പ്രീമിയം ആണോ അല്ലെങ്കിൽ മിഡ് പ്രീമിയം ബൈക്സ് മാത്രമാണോ? എല്ലാ ബൈക്സും ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആക്സസറീസ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ സമയത്ത് തന്നെ സർവീസും കൂടെ ചെയ്യാം അല്ലേ? അതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. അതും ചെയ്യാം. ഓക്കെ. എനിക്ക് തോന്നുന്നു അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അലോയ്സും കാര്യങ്ങളൊക്കെയാണ്. ബൈക്കിന്റെ അലോയ്സ് ആണ്. ഓക്കെ, ബൈക്കിന്റെ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അടുത്തത് ഒരു കാറിലേക്ക് ആയിക്കൂടെ? ഓക്കെ, ഓരോരോ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആരെങ്കിലൊക്കെ തന്നെ പാലക്കാട് ഈ ഒരു റൂട്ടിൽ പോവുകയാണ്, കല്ലടിക്കോട് ഈ ഒരു റൂട്ടിൽ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബൈക്കിൻ്റെ ആക്സസറീസോ സർവീസോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രൂസാഡോസിലേക്ക് നിങ്ങൾ വന്ന് ചെയ്യുക. ഓക്കെ, ഒരു കുഞ്ഞി പയ്യൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു എന്താ പറയുക, ആ ഒരു എനിക്കൊന്നും പറയാൻ പ്രത്യേകിച്ച് കിട്ടുന്നില്ല. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. എല്ലാവരെയും കാണാൻ പറ്റി നേരിട്ട്. അപ്പോൾ എന്തായാലും എന്നെ ഈ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ പ്രവീൺ ചേട്ടനും അതുപോലെ തന്നെ നിബിനാസിനൊക്കെ ഒരുപാട് നന്ദി. ആദ്യമായിട്ട് എനിക്കൊന്നു സെക്കൻഡ് ടൈമാണ് ഞാനിവിടെ പാലക്കാട് ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും പാലക്കാട് ഇനോഗ്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കട്ടെ കർത്താവേ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.